പുറകിലുള്ള കുടിയിലൂടെ അവർ ഉള്ളിലേക്ക് നടന്നു. നല്ല പച്ചപ്പുള്ള സ്ഥലമായിരുന്നു അവിടെ. അവർ കുറച്ചുകൂടി ഉള്ളിൽ പോയി. അവിടെ കൽപ്പടവുകളുള്ള ഒരു വലിയ കുളം. മരങ്ങൾക്ക് നടുവിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്തു നിന്ന് കുളം ഒന്നും ആർക്കും കാണാൻ സാധിക്കില്ല. അവർ കുളത്തിന്റെ സൈഡിലെത്തി. എങ്ങനെയുണ്ട് കുളം? സൂപ്പർ അരുണ, എന്ത് നല്ല കുളം, എന്ത് നല്ല വെള്ളം, അതുപോലെ തന്നെ അത്യാവശ്യം താഴ്ചയുമുണ്ട്. അതൊന്നും സാരമില്ല, ഞാൻ അത്യാവശ്യം നീന്തും, പിന്നെ അരുണയും ഉണ്ടല്ലോ, ഞാനും നീന്തും എന്നും പറഞ്ഞ് നീ കുരുത്തക്കേട് ഒപ്പിക്കണ്ട. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല, അത് മതി. നീ ആ മോട്ടോർ ഷെഡിൽ പോയി ഡ്രസ്സ് മാറുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ രാജീവിന്റെ അമ്മയും അച്ഛനും മരിച്ചു. അതിൽ പിന്നെ അവനെ വളർത്തിയത് അവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് അവനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അങ്ങനെയിരിക്കെ അവന്റെ സ്കൂളിലേക്ക് പുതിയതായി ഒരു കുട്ടി വന്നു. രാഹുൽ അവനും രാജീവിനെ പോലെ ഒറ്റയ്ക്കായിരുന്നു നടത്തം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. രാജീവ് അവന്റെ മാതാപിതാക്കൾ മരിച്ച വിഷമവും രാഹുൽ അവന്റെ അച്ഛൻ മരിച്ച വിഷമവും പങ്കുവെച്ചു. അങ്ങനെ അവർ തമ്മിൽ നല്ല കൂട്ടായി. അങ്ങനെ അവർ ഡിഗ്രി പാസ്സായി. അവരെല്ലാം മറന്ന് രാജീവിന്റെ വീട്ടിൽ ആഘോഷിച്ചു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവർ കുളിച്ച് റെഡിയായി. എടാ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, കുറെ ദിവസം അവധിയുണ്ട്, നീ കുറച്ച് ദിവസം എന്റെ വീട്ടിലേക്ക് വാ. അത് നടക്കില്ല, അപ്പൂപ്പനും അമ്മൂമ്മയും അത് സമ്മതിക്കില്ല. എടാ, അത് ഞാൻ സംസാരിക്കാം, നീ ചോദിച്ചു നോക്ക്. ഓക്കെ ആണോ? എനിക്ക് ഓക്കെയാണ്. നിന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എടാ, എന്റെ അമ്മയാ പറഞ്ഞേ നിന്നെ കൊണ്ടുവരാൻ. എന്നാ ഓക്കെ. പിന്നെ നിന്റെ വീടിന്റെ അത്ര സൗകര്യമൊന്നും ഉണ്ടാവില്ല, അതൊന്നും സാരമില്ലടാ. അങ്ങനെ അവരുടെ യാത്രയ്ക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും സമ്മതിച്ചു. അവർ ബൈക്ക് എടുത്ത് രാഹുലിന്റെ വീട്ടിൽ പോയി. അവിടെ എത്തി അവർ കോളിംഗ് ബെൽ അടിച്ചു. രാഹുലിന്റെ അമ്മ വന്ന് വാതിൽ തുറന്നു. വാ മക്കളെ, അവർ അകത്ത് കയറി. ഇതാണ് എന്റെ അമ്മ, ഫോട്ടോയിൽ കാണുന്നത് പോലെ സുന്ദരിയാണ്. രാജീവ് വന്നപ്പോ തന്നെ സോപ്പിടാൻ തുടങ്ങിയല്ലോ. ആന്റി, ഞാൻ സത്യമാ പറഞ്ഞ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. പിന്നെ മോനും സുന്ദരനാട്ടോ. താങ്ക് യു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിച്ചു കഴിഞ്ഞോ? ഒന്ന് പോടെ അവിടുന്ന്. നിങ്ങൾ പോയി ഡ്രസ്സ് മാറി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി ആന്റി. അതും പറഞ്ഞ് അരുണ അടുക്കളയിൽ പോയി. രാജീവും രാഹുലും റൂമിൽ പോയി. ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി. അവിടെ അവരെ കാത്ത് അരുണ ഉണ്ടായിരുന്നു. അരുണ, വെള്ളം, പിന്നെ കഴിക്കാനൊന്നുമില്ലേ? അമ്മയെ പേരാണോ വിളിക്കണേ? എടാ, അമ്മയ്ക്ക് 37 വയസ്സേ ഉള്ളൂ. കാണാൻ ചെറുപ്പമായതുകൊണ്ട് അമ്മ എന്ന് വിളിക്കേണ്ട എന്ന ഓർഡർ ആണോ? എവിടെയും പോയാൽ ഇത്രയും വലിയ മോനുണ്ടെന്ന് പറയാൻ കുറച്ചില്ല. അങ്ങനെയൊന്നുമില്ല രാജീവ്, എവിടെയും പോയാൽ ഇവൻ അമ്മ എന്ന് വിളിക്കും. അപ്പൊ അവിടെയുള്ളവരൊക്കെ അത്ഭുതപ്പെട്ട് ഓരോന്ന് ചോദിക്കും. അതാ ഞാൻ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ്. ആന്റി ചെറുപ്പമാണെന്ന് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. നീ ആന്റി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒന്ന് പോടെ അവിടുന്ന്. രാജീവ്, നീ ഇഷ്ടമുള്ളത് വിളിച്ചോ, ഞാനായിട്ട് ആന്റിയെ വിഷമിപ്പിക്കുന്നില്ല. ഞാനും അരുണാന്ന് തന്നെ വിളിച്ചോളാം. മതി സംസാരിച്ചത്, വെള്ളമൊക്കെ എടുത്തു കുടിക്കും. അവർ വെള്ളമൊക്കെ എടുത്തു കുടിച്ചു. നീ രാജീവിനെ നമ്മുടെ വീടൊക്കെ കാണിക്കേ. ശരി. അവർ വെള്ളം വേഗം കുടിച്ച് ഗ്ലാസ് താഴെ വെച്ച് അവർ ഓരോ സ്ഥലത്തേക്ക് പോയി. രാജീവിനെ അവന്റെ നാടും വീടും നന്നായി ഇഷ്ടപ്പെട്ടു. അവർ നാടും വീടും ചുറ്റിക്കറങ്ങി അവസാനം വീട്ടിൽ തന്നെ തിരിച്ചെത്തി. നിങ്ങൾ എപ്പോ പോയതാ? അത് രാജീവിനെ നമ്മുടെ നാട്ടിൻപുറം നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ സിറ്റിയിലല്ലേ ഇത്രയും നാൾ കഴിഞ്ഞേ? ആണോ രാജീവ്? അതെ, ഈ നാടും വീടും പിന്നെ അരുണയും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കറിയായിരുന്നു ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന്. അരുണ പോയി ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്ക്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ആന്റിക്ക് വല്ല ഹെൽപ്പ് വേണോ? വേണ്ട രാജീവ്, ഞാൻ തന്നെ ചെയ്തോളാം. കണ്ടോടാ രാഹുൽ, അവന്റെ സ്നേഹം നീ ഇതുവരെ ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? നീ ഇവിടെ വന്നത് എന്റെ കുടുംബം കലക്കാനാണോ? ഇനി അവന്റെ മെക്കെട്ട് കയറണ്ട, അവനെ വെറുതെ വിട്ടേക്ക്. അരുണ വേഗം അടുക്കളയിൽ പോയി. അവർ അവരുടെ റൂമിലും പോയി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അരുണ അവരെ വന്ന് വിളിച്ചു. അവർ വന്ന് ഭക്ഷണം കഴിച്ചു. എങ്ങനെയുണ്ട് രാജീവ് ഭക്ഷണമൊക്കെ? ആന്റി, ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. ഉള്ളതാണോ? ഞാൻ എന്തിനു കള്ളം പറയണം? ഞാൻ വിശ്വസിച്ചു. ഇനി എന്താ പരിപാടി രാജീവ്? ഒന്ന് ഉറങ്ങിയാലോ? ഉറങ്ങുന്നതൊക്കെ കൊള്ളാം എന്നും പറഞ്ഞ് ഇവരെ പോലെ പാതിര വരെ കിടക്കരുത്. അരുണ, ഞാൻ കൂടിപ്പോയാൽ ഒരു 3 മണിക്കൂർ മാത്രമേ ഉറങ്ങൂ. ശരി. അങ്ങനെ അവർ ഉറങ്ങാൻ പോയി. അരുണ വൈകുന്നേരം കഴിക്കാൻ ഉണ്ടാക്കാൻ അടുക്കളയിലേക്കും പോയി. അങ്ങനെ കുറച്ചു നേരം ഉറങ്ങി രാജീവ് എണീച്ചു. അവൻ രാഹുലിനെ വിളിച്ചെങ്കിലും അവൻ എണീറ്റില്ല. അവൻ നടന്ന് ഹാളിലെത്തി. ആദ്യം ആ മുഖം ഒന്ന് കഴുകുക. രാജീവ് മുഖം കഴുകി വന്നു. ഈ സമയം അവന് ചായ കൊണ്ടുവന്ന് കൊടുത്തു. രാജീവ് അത് വാങ്ങി കുടിച്ചു. ചായ നന്നായിട്ടുണ്ട്, താങ്ക്സ്. അങ്ങനെ കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്നു. സമയം 5:45 രാഹുൽ എണീറ്റില്ലല്ലോ. അവൻ നല്ല ഉറക്കമാണ്, എണീക്കുമെന്ന് തോന്നുന്നില്ല. ചേടാ, എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അരുണ കുളിച്ചോ. അവൻ ഉണരുമ്പോൾ ഞാൻ പറയാം. അല്ല രാജീവ്, നമ്മുടെ വീടിന്റെ പുറകിൽ ഒരു കുളമുണ്ട്, അവിടെയാ കുളിക്കുന്നേ. അത് അവൻ കാണിച്ചില്ലേ? ഉവ്വോ, എന്നിട്ട് അവൻ എന്നെ കാണിച്ചില്ലല്ലോ. അവൻ ചിലപ്പോൾ ഒരു സർപ്രൈസ് വെച്ചതായിരിക്കും. ഞാൻ എന്നും വൈകുന്നേരം അവിടെ കുളി. ആണോ? അതെ. അവൻ ഉണർന്നെങ്കിൽ നമുക്ക് പോവായിരുന്നു. എന്നാ ഞാൻ പോയി അവനെ വിളിക്കാം. രാജീവ് മുറിയിൽ ചെന്ന് രാഹുലിനെ വിളിച്ചു. പക്ഷെ അവൻ എണീക്കാൻ കൂട്ടാക്കിയില്ല. രാജീവ് തിരിച്ചു വന്നു. അരുണ, നോ രക്ഷ. അവൻ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും അവൻ അവിടെ വരാറില്ല. എനിക്ക് സന്ധ്യയ്ക്ക് ഒരു ധൈര്യത്തിന് പോലും അവൻ വരില്ല. അരുണ, നമുക്ക് പോയാലോ? ഞാൻ ഈ പൂളിൽ മാത്രമേ കുളിച്ചിട്ടുള്ളൂ. അതിലാണെങ്കിൽ കുറെ നാളത്തെ വെള്ളമാണ്. നമുക്ക് പോവാം. അവൻ വേണമെങ്കിൽ അങ്ങോട്ട് വരട്ടെ. അങ്ങനെ അവർ ആവശ്യമുള്ള ഡ്രസ്സും തോർത്തും പിന്നെ ടോർച്ചും എടുത്ത് നടന്നു. പുറകിലുള്ള കുടിയിലൂടെ അവർ ഉള്ളിലേക്ക് നടന്നു. നല്ല പച്ചപ്പുള്ള സ്ഥലമായിരുന്നു അവിടെ. അവർ കുറച്ചുകൂടി ഉള്ളിൽ പോയി. അവിടെ കൽപ്പടവുകളുള്ള ഒരു വലിയ കുളം. മരങ്ങൾക്ക് നടുവിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്തു നിന്ന് കുളം ഒന്നും ആർക്കും കാണാൻ സാധിക്കില്ല. അവർ കുളത്തിന്റെ സൈഡിലെത്തി. എങ്ങനെയുണ്ട് കുളം? സൂപ്പർ അരുണ, എന്ത് നല്ല കുളം, എന്ത് നല്ല വെള്ളം, അതുപോലെ തന്നെ അത്യാവശ്യം താഴ്ചയുമുണ്ട്. അതൊന്നും സാരമില്ല, ഞാൻ അത്യാവശ്യം നീന്തും, പിന്നെ അരുണയും ഉണ്ടല്ലോ, ഞാനും നീന്തും എന്നും പറഞ്ഞ് നീ കുരുത്തക്കേട് ഒപ്പിക്കണ്ട. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല, അത് മതി. നീ ആ മോട്ടോർ ഷെഡിൽ പോയി ഡ്രസ്സ് മാറുക. അങ്ങനെ രാഹുൽ ഡ്രസ്സ് മാറി വന്നു. കുറച്ച് സ്ഥലം വരെ സ്റ്റെപ്പ് ഉള്ളൂ, അതുകൊണ്ട് സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. എന്നാൽ ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം. ശരി. അങ്ങനെ പോയി ഡ്രസ്സ് മാറി വന്നു. എന്താ ഇറങ്ങാൻ? ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ചെക്കൻ്റെ ഒരു കാര്യം, വാ ഇറങ്ങാം. അവർ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി. രണ്ടുപേരും ഒന്ന് മുങ്ങി. എന്ത് തണുപ്പാണ്! അരുണ മുടിയൊക്കെ ഒന്ന് ഒതുക്കി പറഞ്ഞു. നല്ല സുഖമില്ലേ? രാവിലെ ഇതിലും തണുപ്പാണ്. അപ്പൊ വിറച്ച് ചാവൂലോ? അതെ. അഞ്ജലി, ഇത് നിങ്ങളുടെ പറമ്പാണോ? അതെ. കുറെ നാളത്തെ എന്റെ ലക്ഷ്യമായിരുന്നു ഈ പറമ്പ് വാങ്ങണമെന്ന്. അത് നടന്നു. ആണോ? കൺഗ്രാറ്റ്സ്. അങ്ങനെ അവർ ആ കുളത്തിൽ നീന്തി തുടിച്ചു. അവൻ വെള്ളത്തിന് മുകളിൽ മലർന്നു കിടന്ന് നീന്തുന്നത് കണ്ട് അരുണയ്ക്ക് അത്ഭുതം തോന്നി. അരുണയ്ക്കും അത്
പഠിപ്പിച്ചു കൊടുക്കാമെന്ന് രാജീവ് പറഞ്ഞു. അത് കേട്ട് അരുണ പറഞ്ഞു, ഇപ്പൊ വേണ്ട, എന്തായാലും നീ 2-3 ദിവസം കൂടെ ഉണ്ടാകുമല്ലോ, അപ്പോൾ ആവാം. ഇന്ന് നിനക്ക് ഒരു സർപ്രൈസ് കൂടി ഞാൻ കാണിച്ചു തരാം. എന്താ അരുണ? അതൊക്കെയുണ്ട്, നീ എന്റെ കൂടെ വാ. അങ്ങനെ അവർ കുളത്തിൽ നിന്നും ഈറനോടെ തന്നെ കയറി വന്നു. കുറച്ചു ദൂരം അരുണയുടെ പിന്നാലെ രാജീവ് നടന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്നു. ശേഷം അവൻ കണ്ട കാഴ്ച ഒരു കാട് പിടിച്ച ഒരു സ്ഥലം. അത് ഇടതുറന്ന ഒരു കുറ്റിക്കാടായിരുന്നു. അതിന്റെ നടുവിലൂടെ ഒരു ചെറിയ നീർച്ചാൽ ഒഴുകി വരുന്നു. നല്ല തെളിനീര് പോലുള്ള വെള്ളമായിരുന്നു അത്. അത് കണ്ടപാടെ അവൻ ആ വെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിച്ചു. അത് കണ്ട് അവൾ പറഞ്ഞു, ഇത് ഇവിടുത്തെ രഹസ്യമായ ഒരു ഉറവയാണ്. അധികം ആർക്കും ഈ ഉറവയുടെ കാര്യം അറിയിക്കയില്ല. നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് കാണിച്ചു തന്നത്. ശരിയാണ് അരുണ, എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിലെ വെള്ളം എന്തൊരു മധുരമാണ്. ഇത്രയും രുചിയുള്ള ഒരു വെള്ളം ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ടില്ല. എന്തൊരു ഭാഗ്യവതിയാണ് അരുണ എന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. നീ കുടിച്ചോടാ മോനെ, നല്ലപോലെ കുടിച്ചു. നിനക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിനക്കിത് കാണിച്ചു തരാൻ ആഗ്രഹിച്ചത്. ശേഷം അവർ വീട്ടിൽ ചെന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അരുണ ചോദിച്ചു, ഈ സൺഡേ വല്ല പരിപാടിയും ഉണ്ടോ? ഇല്ല, എന്തേ? എനിക്കൊരു സ്ഥലം വരെ പോകണം, ഒന്ന് കൂട്ടുവരും. എവിടാ? ഒരു കല്യാണത്തിനാണ്. അപ്പോ രാഹുൽ ഇല്ലേ? ഞാൻ ആദ്യം അവനോടാ പറഞ്ഞു, പക്ഷെ അവൻ കേൾക്കണ്ടേ. ഞാൻ അവനോട് ചോദിക്കാം, അവൻ വന്നില്ലെങ്കിൽ ഞാൻ വരാം. ഉറപ്പാണോ? അതെ. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് പറയട്ടെ? പറഞ്ഞു. രാഹുലിന്റെ അടുത്ത് ചെന്നു. നിനക്ക് സൺഡേ എന്താണ് പരിപാടി? എനിക്കൊരു മാച്ച് ഉണ്ട്, പിന്നെ കുറച്ച് പരിപാടിയും ഉണ്ട്. മാച്ചിന് പൊക്കോ. പിന്നെ ഒരു കാര്യം, നിന്റെ പോക്കത്ര ശരിയല്ല. എന്റെ പോക്കിന് എന്താ കുഴപ്പം? എടാ, എന്റെ അവിടെയുള്ള പിള്ളേര് മഹാവിടക്ക. അവരെ നിന്നെയും പറ്റി ഓരോ കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട്. നീ ഒന്ന് പതുക്കെ പറ, അരുണ കേൾക്കും. ഇനി നീ ഇതുപോലെ ചെയ്താൽ ഞാൻ എല്ലാം അരുണയോട് പറയും. നീ വിചാരിക്കും പോലെ ഒന്നുമില്ല. തൽക്കാലം അരുണ ഒന്നും അറിയണ്ട. എങ്കിൽ നീ ആ കല്യാണത്തിന് പോകണം. എടാ, എനിക്ക് പോകാൻ പറ്റില്ല. ഇത് ഓൾറെഡി കമ്മിറ്റ് ചെയ്തു പോയി. നീ ഫ്രീ അല്ലേ? ഒന്ന് കൂടെ പോടാ. ഞാൻ പോവാം, പക്ഷെ മേലെ നീ ഇത് ആവർത്തിക്കരുത്. ഇതാണ് ലാസ്റ്റ്. ശരി, ഞാൻ അരുണയുടെ അടുത്ത് വരുമെന്ന് പറയട്ടെ? രാഹുൽ നടന്ന് അരുണയുടെ അടുത്ത് എത്തി. അവൻ വരില്ല എന്ന് പറഞ്ഞല്ലേ? അവനില്ലെങ്കിൽ വേണ്ട, നീ വരുമല്ലോ അല്ലേ? ഞാൻ ഉണ്ടാവും. നമുക്കൊരു 9:30 ഇറങ്ങണം. അത്ര നേരത്തെ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദൂരമുണ്ടെന്ന്. ബൈക്ക് എടുത്താൽ മതിയില്ലേ? അത് മതി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇനി ഏതെങ്കിലും മാറ്റമുണ്ടായി വിളിച്ചാൽ മതി. രാജീവ് തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ശനിയാഴ്ച ഉച്ചയ്ക്ക് അരുണ രാജുവിനെ വിളിച്ചു. ഹലോ രാജീവ്, എന്താ അഞ്ജലി? നീ ഇന്ന് ഫ്രീ ആണോ? അതെ. എന്താ? അതോ, എന്റെ ഫ്രണ്ട് ഇന്ന് വിളിച്ചു പറഞ്ഞു ഇന്ന് തന്നെ വരണമെന്ന്. ആണോ? അതെ. രാജുവിന് വരാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ഇന്ന് രാത്രി അവിടെ നിൽക്കേണ്ടി വരുമല്ലേ? അതെ. ഞാൻ അപ്പൂപ്പിന്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. പരമാവധി വരാൻ നോക്കാം. വരികയാണെങ്കിൽ എപ്പോ വരണം? ഒരു 6 മണിയാകുമ്പോൾ. ഞാൻ നോക്കാം, എന്നിട്ട് വിളിക്കാം. അവൻ അരുണയെ തിരിച്ചു വിളിച്ചു. ഹലോ അരുണ. പറയൂ രാജു. അതെ, ഇന്ന് വരാൻ പറ്റില്ല, അപ്പൂപ്പൻ വീടില്ല. അരുണ ചെറിയ നിരാശയുടെ സ്വരത്തിൽ പറഞ്ഞു. ആണോ? സാരമില്ല, ഞായറാഴ്ച വരില്ലേ? ഞായറാഴ്ച ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞെങ്കിൽ സമ്മതിപ്പിക്കാമായിരുന്നു. അവൾ കുറച്ച് ദിവസമായി പറയുന്നു, എനിക്ക് ഇപ്പോഴെ പോകണമെന്ന് തോന്നിയത്. വിഷമിക്കേണ്ട, നമുക്ക് ഞായറാഴ്ച പോവാം. ശരി എന്നാ. അതും പറഞ്ഞ് രാജു ഫോൺ കട്ട് ചെയ്തു. അരുണ കുറച്ച് നിരാശയുടെ റൂമിലിരുന്നു. അങ്ങനെ 6 മണിയായപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം അരുണ കേട്ടു. അവൾ വന്ന് വാതിൽ തുറന്നു. ഇതുവരെ റെഡി ആയില്ലേ? അപ്പൊ വരില്ല എന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ സർപ്രൈസ് തരാൻ വേണ്ടി പറഞ്ഞതല്ലേ? നിന്റെ ഒടുക്കത്തെ ഒരു സർപ്രൈസ്. വർത്താനം പറയാൻ സമയമില്ല, വേഗം റെഡിയാകും. ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ അവർ 6:15 അവിടെ നിന്നും ഇറങ്ങി. അയ്യോ, പോകുന്ന കാര്യം ഞാൻ രാഹുലിനോട് വിളിച്ചു പറയാൻ മറന്നു. അത് ഓർത്ത് പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നോളൂ. അതൊക്കെ കിടന്നോളൂ. ഞാൻ വരില്ല എന്ന് കരുതിയോ? അതെ, ഞാൻ വരില്ല എന്ന് വിചാരിച്ച് അവളോടും വിളിച്ചു പറഞ്ഞു. ഇല്ല, പറയണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അങ്ങനെ അവർ കല്യാണ വീട്ടിലെത്തി. അവർ അകത്ത് കയറി കല്യാണ പെണ്ണ് ശില്പയെ കണ്ട് കെട്ടിപ്പിടിച്ചു. നീ വരില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. എന്തായാലും നീ വന്നല്ലോ. പിന്നെ ഇന്നും കൂടിയുള്ളൂ ഈ സന്തോഷം. കെട്ട് കഴിയുമ്പോൾ കാണാം. കല്യാണം കഴിഞ്ഞില്ല, അപ്പോഴേക്കും പേടിപ്പിക്കാൻ തുടങ്ങി പെണ്ണ്. ഞാൻ കാര്യം പറഞ്ഞതാണ്. നീ ഒറ്റയ്ക്കാണോ? മോൻ വന്നില്ല, പകരം ഫ്രണ്ട് വന്നു. അരുണ രാജുവിനെ വിളിച്ചു. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടു. ശേഷം അന്ന് രാത്രി അവർ അവിടെ ഗംഭീരമായി ആഘോഷിച്ചു. തിരക്കുള്ളത് കൊണ്ട് അവർക്ക് 2 പേർക്കും ഒരു മുറിയാണ് ഒരുക്കിയിരുന്നത്. ശേഷം അവർ ആ മുറിയിൽ കയറി എല്ലാം തേച്ചു കൊടുത്തു. പരസ്പരം അവർ സഹായിച്ചു. ആ രാത്രി ഏറെ വൈകിയാണ് അവർ ഉറങ്ങിയത്. സമയം പോകുന്നതേ അവർ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് അവർ കല്യാണത്തിന് കൂടി. ഭക്ഷണമൊക്കെ കഴിച്ച് കല്യാണ വീട്ടിൽ നിന്ന് ബാഗും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. കുറച്ച് നീങ്ങിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇതിൽ എവിടെയും നിർത്തണോ? വേണ്ട, കുറച്ച് നാളായി മഴ നനഞ്ഞിട്ട്. ആണോ? ബൈക്കിൽ മഴ നനഞ്ഞു പോകാൻ പ്രത്യേക സുഖമാ. എന്നാ ശരി. കൊച്ചു വണ്ടി ഓടിക്കൽ തുടർന്നു. പയ്യെ പയ്യെ മഴയുടെ ശക്തി കൂടി. മഴ കൂടി വരുന്നുണ്ടായല്ലോ. എന്തായാലും നനഞ്ഞു. ഇനി പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കും. അതെ, അവർ പോകും തോറും മഴ കൂടി വന്നു. ഇടയ്ക്ക് ഒരു ഇടി വെട്ടിയപ്പോ രാജുവിന്റെ പുറകിൽ ശരിക്കും കെട്ടിപ്പിടിച്ചിരുന്നു. അയ്യോ, പണ്ടേ എനിക്ക് ഇടിവിട്ട് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഞാനുണ്ട് കൂടെ. അങ്ങനെ പോകും തോറും മഴയും ഇടിവിട്ടും തുടർന്നു. അങ്ങനെ അവർ അവരുടെ വീടിന്റെ മുന്നിലെത്തി. എനിക്ക് വീടെത്തി. അരുണ കണ്ണുകൾ തുറന്നു. ഇത്ര പെട്ടെന്ന് എത്തിയോ? മഴ നിൽക്കുന്നത് തോന്നുന്നില്ല. വാ, അകത്ത് കയറാം. എന്തിനാ ധൃതി? ഇനി തനിയാൻ ഒരിടവും ബാക്കിയില്ല. അവൾ വേഗം ബൈക്കിൽ നിന്നും ഇറങ്ങി. അരുണ രാജുവിനെ വിളിച്ചു. വാതിൽ തുറന്ന് അവർ അകത്ത് കയറി. ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ കറണ്ട് ഇല്ല. രാഹുൽ അവിടെ നിൽക്ക്, ഞാൻ പോയി ഒരു തോർത്തും എഴുതിയും കൊണ്ടുവരാം. ശേഷം അഞ്ജലി തോർത്ത് കൊടുത്തു. 2 പേരും തോർത്തി ഡ്രസ്സൊക്കെ മാറി വന്നു. രാഹുൽ വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് രാജീവ് അവിടെ കിടക്കാമെന്ന് സമ്മതിച്ചു. ആ രാത്രി നല്ല ഇടിയും മഴയും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി ഒരു പേടിയും കൂടാതെ അവൾ കിടന്നുറങ്ങി. ഒരു മകന്റെ കടമകളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തു. രാജീവനും ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിലും നല്ല കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.